പരിശുദ്ധമായ സൂറത്തുൽ ബഖറ നാം ഓരോരുത്തരും ഇടയ്ക്കിടെ ഓതുന്ന ഒരു ആയത്താണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വളരെ അർത്ഥവത്തായ ഒരു ആയത്താണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ വീടുകളിൽ ചെറിയ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം നമ്മോട് പറയും, അല്ലെങ്കിൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു വാക്ക് എന്തെങ്കിലും ഒരു വിഷയം നമ്മോട് പറയും, അല്ലെങ്കിൽ മദ്രസയുടെ സദുസ്താദ് എന്തെങ്കിലും ഒരു കാര്യം നമ്മോട് നിർദ്ദേശിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഖതീബായ ഞാൻ, അല്ലെങ്കിൽ നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരുടെയും വാക്ക് ഒരുപോലെയല്ല. ചില ആളുകളുടെ വാക്കുകൾക്ക് പ്രത്യേകമായ ബഹുമാനങ്ങളും പ്രത്യേകമായ അനുസരണയും നാം നൽകേണ്ടി വരും. ആരായാലും ചിലപ്പോൾ നമ്മുടെ നാടിന്റെ MLA ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ CM ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ PM ആയിരിക്കും. പ്രധാനമന്ത്രി ഒരു വാക്ക് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു നിലവാരമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ഒരു വാക്ക് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ബഹുമാനം. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, ഈ വാക്ക് പറഞ്ഞത് ഏതെങ്കിലും ഒരു PMO അല്ലെങ്കിൽ ഒരു CMO, ഒരു ഖതീബോ, സദറോ അല്ലെങ്കിൽ പ്രസിഡന്റോ ഒരിക്കലുമല്ല. പിന്നെ ആരാണ്? റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു പറഞ്ഞ വാക്കാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ ഈ റമദാൻ മറ്റുള്ള മാസങ്ങളിൽ കാണാത്ത പ്രത്യേകമായ ഒരു ആവേശം, പ്രത്യേകമായ ഒരു സന്തോഷം, പ്രത്യേകമായ പള്ളിയോടുള്ള ഒരു അടുപ്പം ഇത് വരാൻ കാരണം എന്താ? റമദാനിന് അത്രയും ബഹുമാനം കിട്ടാൻ കാരണം എന്താ? അല്ലാഹു പറഞ്ഞു ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ മാസത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത് എന്നതാണ്. അപ്പോ സാധുക്കളായ നമുക്ക് മറ്റുള്ള മാസങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിനോട് ഉണ്ടാകേണ്ട ആ ഒരു അടുപ്പം മാത്രമല്ല പരിശുദ്ധമായ റമദാനിൽ ഉണ്ടാകേണ്ടത്. റമദാനിൽ പ്രത്യേകമായി ഖുർആനിനോടൊരു ബന്ധം നമുക്കുണ്ടാകണം. ഈ ഖുർആൻ ഇറക്കപ്പെട്ട മാസത്തിനോടുള്ള ആദരവായി അള്ളാഹു നമ്മോട് പറഞ്ഞതാണ്, നമ്മുടെ വീടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായാൽ ആ പരിപാടിക്ക് പല രൂപത്തിലുള്ള അതിന്റെ ആ ഒരു സന്തോഷം കൊണ്ടാടൽ. റമദാനിന്റെ സന്തോഷം കൊണ്ടാടൽ എങ്ങനെയാണ്? ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞു, ഈ റമദാനിൽ നിങ്ങൾ പങ്കെടുത്തോ, ഈ റമദാനിൽ ഒരുമിച്ച് കൂടാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയോ, എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പട്ടിണി കിടക്കണമെന്നതാണ്. ഖുർആൻ ഇറക്കപ്പെട്ട മാസത്തിനോട് ആദരവായി അള്ളാഹു നമ്മോട് പറഞ്ഞത് അതാണ്. അവർ നോക്കട്ടെ, ഇതാണ് ഖുർആനിനോടുള്ള ബഹുമാനം. എന്തുകൊണ്ട്? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, നമ്മുടെ ഈ ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? നമ്മുടെ ഖൽബിന്റെ വെളിച്ചം കിട്ടലാണ്, നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചം കിട്ടണം. എത്രയോ ആളുകളുണ്ട് അങ്ങനെ ഖുർആൻ കൊണ്ട് വെളിച്ചം കിട്ടിയ ആളുകൾ. ഒരു വലിയ മഹാൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം മരിക്കാൻ വേണ്ടി കിടക്കാണ്. മരിക്കാൻ വേണ്ടി സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തിൽ മക്കൾ മുഴുവനും, ഭാര്യയും മക്കളും കുടുംബങ്ങളൊക്കെയും ഒരുമിച്ചുകൂടി ഇങ്ങനെ കരയാണ്. കാരണം ഉപ്പ മരിക്കാനടുത്തായി, ഭർത്താവ് മരിക്കാനടുത്തായി, കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം മരിക്കാൻ അടുത്തായി. എല്ലാവരും കരയുമ്പോ ആ വലിയ മഹാന് മക്കളോട്, ഭാര്യയോട്, കുടുംബത്തോട് പറഞ്ഞാൽ പറയൂ, എന്തിനാ മോനെ നീ കരയുന്നത്? ഭാര്യയോട് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? നിങ്ങൾ കരയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഈ സമയത്തിനും എനിക്കുള്ള ജീവിതത്തിന് വേണ്ട ഒരുപാട് അമലുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയാൾ പറയാൻ, പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ടായിരുന്നു അയാളുടെ മരണം. അപ്പൊ അയാൾ ഭാര്യയോട്, മക്കളോട് പറയാം, ഞാൻ നമ്മുടെ നാടിന്റെ പള്ളിയുണ്ടല്ലോ, നമ്മുടെ ഈ പള്ളി, ഇപ്പൊ ഈ പള്ളിക്ക് 4 തൂണാണ്. എന്നാൽ അയാൾ പറയാം, നമ്മുടെ പള്ളിക്കും ആ മഹാന്റെ പള്ളിക്കും 4 തൂണായിരുന്നു. പള്ളിന്റെ ഉള്ളിൽ 4 തൂണുകൾ. ആ ഓരോ തൂണിന്റെ അടുത്തിരുന്നിട്ട് അയാൾ പറയാണ്, ഓരോ തൂണുകളുടെ അടുത്തിരുന്ന് പരിശുദ്ധമായ റമദാനിൽ, കഴിഞ്ഞ റമദാനിൽ 10 പ്രാവശ്യം ഞാൻ ഖുർആൻ ഖത്ം ഓതി തീർത്തിട്ടുണ്ട്. സുബ്ഹാന ജല്ലാലു. എന്താ പറയുന്നത്? ഓരോ തൂണിന്റെ അടുത്തിരുന്ന് 10 തവണ പരിശുദ്ധമായ ഖുർആൻ. കഴിഞ്ഞ റമദാനിൽ 40 വട്ടം ഞാൻ ഖുർആൻ ഖത്ം ഓതി തീർത്തിട്ടുണ്ട്. അത്രയും വലിയൊരു സന്തോഷകരമായ സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയവനാണ്. നിങ്ങൾ കരയേണ്ടതില്ല, എനിക്ക് വേണ്ടി നിങ്ങൾ നിലവിളിക്കേണ്ടതില്ല. എന്റെ മരണ സമയത്തിനും ശേഷമുള്ള ജീവിതത്തിന് വേണ്ട അവര് ഞാൻ ഉണ്ടാക്കിയവനാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് മഹാന്മാർ. ആ ഖുർആൻ കൊണ്ട് അവരുടെ ഖൽബിന്റെ വെളിച്ചം കിട്ടിയെന്നത്. നമുക്ക് വേണ്ടത് ഖുർആൻ കൊണ്ട് നമ്മുടെ ഖൽബിന്റെ വെളിച്ചം കിട്ടണം. ഈ ഖൽബിന്റെ വെളിച്ചം കിട്ടാൻ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, നമുക്ക് തടസ്സമാകുന്നത് 2 കാര്യം. ഒന്ന്, ഖൽബിന്റെ താഴെയുള്ള നമ്മുടെ വയറ്. നമ്മുടെ വയറ്റിന്റെ നല്ലോണം തിന്നാൻ കൊടുത്താൽ റമദാനിൽ നമുക്ക് എന്താ കുറച്ച് ഖുർആൻ ഓതാൻ കഴിയുന്നത്? വയറ് കാര്യമാകുമ്പോ കുറച്ച് ഓതാൻ തോന്നും. വയറ് പറഞ്ഞിട്ടാകുമ്പോ പിന്നെ ഭയങ്കര തൂക്കാണ്, പിന്നെ വാക്കാണ്, ക്ഷീണാണ്. ഒരു പേര് പോലും പരിശുദ്ധമായ റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ ഓതാൻ നമുക്കൊണ്ട് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഫുള്ള് ലോഡാകുമ്പോ
നമുക്കത് ഭയങ്കര ക്ഷീണമായി മാറും. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ നേരെ താഴെയുള്ള നമ്മുടെ വയറ്, അതിന്റെ നേരെ താഴെയുള്ള നമ്മുടെ ഹൃദയസ്ഥാനം, ഇതാണ് ഏറ്റവും അപകടം പിടിച്ച നമ്മുടെ ശരീരത്തിലുള്ള രണ്ട് അവയവങ്ങൾ. ഈ വയറും വയറിന്റെ താഴെയുള്ള ഹൃദയസ്ഥാനവും, ഇത് രണ്ടിനെയും ഒരാൾക്ക് വേണ്ടതുപോലെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ട പണി എന്താ? നോമ്പ് നോക്കല. വയറ് പട്ടിണിക്കിടുന്നാൽ അത് വളരെ പട്ടിണി കിടക്കുമ്പോ നമ്മുടെ വികാരങ്ങൾ ആകെ തടുത്തു പോകും. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പക്കാരെ വിളിച്ചു പറഞ്ഞു, ഓ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാൻ കഴിവുള്ള ആളുകളുണ്ടോ? ഭാര്യയെ പോറ്റാൻ കഴിവുള്ള സമ്പത്തുള്ള അതിനുള്ള പക്വതയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? എന്നാൽ അവർ കല്യാണം കഴിക്കട്ടെ. എന്നിട്ട് അഭിമാനങ്ങൾ പറഞ്ഞു, വരില്ല, നിങ്ങൾക്ക് ഭാര്യയെ പോറ്റാൻ കഴിയുന്നില്ലേ, ഭാര്യയ്ക്ക് മഹർ കൊടുക്കാൻ കഴിയുന്നില്ലേ, ചെലവ് കൊടുക്കാൻ കഴിയുന്നില്ലേ, എന്നാൽ നിന്റെ വികാര സമരത്തിന് വേണ്ടി നീ ചെയ്യേണ്ടത് എന്താ? അഭിഭാഷകങ്ങൾ പറഞ്ഞു, അവർ നോമ്പ് നോക്കട്ടെ. നമ്മുടെ വയറിനെ നിയന്ത്രിക്കുമ്പോ, വയറിന് വേണ്ടതുപോലെ അതിന്റെ നിയന്ത്രിക്കുമ്പോ നമ്മുടെ വികാരങ്ങൾ അതിന് സമരം ഉണ്ടാവും. ഈ രണ്ട് അപകടം പിടിച്ച നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളെ നിയന്ത്രിക്കാനാണ് പരിശുദ്ധമായ നോമ്പ് പട്ടിണി കിടക്കുക എന്നൊരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ കിടക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് നമ്മുടെ കൽബിന്റെ വെളിച്ചുണ്ടാവുക, നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, റമദാനിന്റെ 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഇന്ന് വരെ ചിലപ്പോ ഖുർആൻ എടുത്തു നോക്കാത്ത ആളുകൾ ഉണ്ടാവും. മുഅ്മിനീങ്ങളെ വലിയ അപകടമാണ്. റമദാൻ വന്നിട്ട് പോലും 30 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ഖതം ഓതി തീർക്കാൻ കഴിയാത്തവനുണ്ടെങ്കിൽ അവനാണ് ഭാഗ്യം കെട്ടവൻ. എന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ. ഒരു ദിവസത്തിന് 5 വക്ത് നിസ്കാരം, ഒരു ജുസൂയിലുള്ള കടലാസത്തിന്, ഒരു ജുസൂയിൽ കടലാസത്തിന് നമ്മുടെ സാധാരണ ഇപ്പൊ ഗൾഫിന്റെ പുസ്തകമുണ്ട്. എത്ര കടലാസ്? 10 കടലാസ്. 10 കടലാസ് അതിൽ 20 പേജാണ്. 10 കടലാസ് 20 പേജ് അല്ലെ? എത്ര ഉള്ളൂ? കൂടുതലുണ്ട്. പണ്ടത്തെ മലബാർ പുസ്തകമാണെങ്കിൽ പിന്നെയും കുറവാണ്. ഇത് 10 കടലാസ് 20 പേജുകൾ. ഒരാൾക്ക് ദിവസത്തിൽ 5 വക്ത് നിസ്കാരം. 5 വക്ത് നിസ്കാരം. ഒരു നിസ്കാരത്തിന്റെ മുന്നിലും പിന്നിലുമായി 2 പേജ് ഓതിയ സുബ്ഹാനല്ലാഹ്. അതിന് സമയമുണ്ട്, അതിന് പ്രയാസമുണ്ട്. സുബഹിന്റെ ഭാഗം കൊടുത്ത് അതിന് മുമ്പ് ഒരു കടലാസ് 2 പേജ്, നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 2 പേജ്. സുബ്ഹാനല്ലാഹ്. 5 വക്ത് നിസ്കാരം കഴിയുമ്പോ പ്രയാസമില്ലാതെ, ക്ഷീണമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ നമുക്കൊരു ദിവസത്തിൽ ഒരു ജുസ് ഓതി തീർക്കാൻ കഴിയും. ഓതാൻ കഴിവുള്ള ആളുകൾ, ഖുർആൻ നോക്കി ഓതാൻ കഴിവുള്ള ആളുകൾക്ക് പ്രയാസമില്ലാതെ ഒരു മാസത്തിൽ ഒരു ഖതം നിഷ്പ്രയാസം, ഒരു ബുദ്ധിമുട്ടില്ലാതെ ഓതാൻ കഴിയും. പക്ഷെ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ താല്പര്യം വേണം. നമ്മുടെ ഉള്ളിനകത്ത് ഒരു പ്രതിജ്ഞ വേണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവാണ് നമ്മോട് പറഞ്ഞത്. ഖുർആൻ അത് ചില്ലറ മാസമല്ല. ഒരുപാട് ബഹുമാനങ്ങൾ പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് പറയാൻ എടുത്തു നോക്കണം. ഞാൻ ഇന്ന് ഓർക്കാണ്, നമ്മുടെ നാട്ടിൽ പറയാൻ മുമ്പ് ഞാനിപ്പോ മരിച്ചുപോയി, വളരെ പ്രായമായതിനു ശേഷം ഇസ്ലാമിലേക്ക് വന്ന ഒരു ഉപ്പാപ്പുണ്ടായി. അവന്റെ ബോബാന്ന് വിളിക്കാൻ. നമ്മുടെ നാട്ടിൽ പ്രായമുള്ള ആള്, കുറെ വയസ്സ് 60-65 വയസ്സ് കഴിഞ്ഞിട്ട് ദീനിലേക്ക് വന്നതാണ്. പക്ഷെ അയാൾക്ക് ഖുർആൻ പഠിക്കാനോ അക്ഷരം പഠിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ അയാൾ പഠിക്കുന്നത് വരെ പിന്നെ പല ജീവിച്ചിട്ടുണ്ട്, ഒരു 100 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അയാൾ കിടക്കലും അയാളുടെ ഭക്ഷണവും എല്ലാം പള്ളിയിലായിരുന്നു. അപ്പൊ അയാൾ എല്ലാ ദിവസവും, നമ്മക്ക് ചെറിയ മദ്രസയിൽ പഠിക്കുന്ന സമയം, അപ്പൊ അയാൾ എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞാൽ, പണ്ടത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പാട്ടല്ലോ, ഒരു ചെറിയ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു വട്ടി ഉണ്ടാക്കിയിട്ടാണ് മുസാഫ് വെക്കുന്നത്. അപ്പൊ അയാള് എപ്പോ നിസ്കാരം കഴിഞ്ഞ ഉടനെ പോയി ആ ഒരു മുസാഫ് എടുക്കും, അതിനിങ്ങനെ നോക്കും, അതിനിങ്ങനെ മുത്തും, അതിന് നെഞ്ഞിൽ വെക്കും, തലയിൽ വെക്കും, അതിൽ 2ാമത് മുത്തും, അതിന് മടക്കിട്ട് അവിടെ വെക്കുന്നത്. അതാണ് ബഹുമാനം. നമുക്ക് അതും ഇല്ല. നമുക്ക് ഇതെല്ലാം പഠിച്ചിട്ട് എല്ലാം പഠിച്ച് ഖുർആൻ നല്ലോണം ഓതാൻ അറിയും, എല്ലാം കഴിയും. പക്ഷെ പള്ളിയിൽ ഉണ്ട് ഒരു മുസാഫ്. ആ മുസാഫ് വ്യക്തിക്കാണ്ട് അപ്പൊ അതിന്റെ ഒരു മക്കത്ത് നോക്കൽ ഇബാദത്താണ്, കേൾക്കൽ ഇബാദത്താണ്, അതിന് മുക്ക ഇബാദത്താണ്, എല്ലാം ഇബാദത്താണ്. പക്ഷെ നമുക്ക് അതിന്റെ കൂലി ആവശ്യം. അത് വേണ്ട, ഇതാണ് നമ്മുടെ ജീവിതം. എന്നാലും എടുത്തു നോക്കൂല, എന്നാലും തൊട്ട് നോക്കൂല. ഒരിക്കലും ചെയ്യരുത്. ഈ റമദാൻ കഴിയുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും, ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും അതുകൊണ്ട് ഖുർആൻ ഓതി കേൾക്കാൻ നമുക്കോട് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കുറച്ചവരെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങളായി ഈ സദസ്സിലുള്ള, അതുപോലെ നമ്മുടെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഖുർആൻ ഓതി കേൾത്തവരാ. ഓരോ അക്ഷരങ്ങളും ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് ചെയ്യുന്ന, ശുപാർശ ചെയ്യുന്ന അക്ഷരങ്ങളായി റബ്ബേ നീ ആക്കി തരണേ അല്ലാഹ്. എല്ലാ ദിവസവും പതിവായി സൂറത്തുൽ യാസീൻ, വാഖിയ, മുൽക്ക്, ദുഖാൻ, റഹ്മാൻ, സൂറത്തുൽ ദഹർ, അതുപോലെയുള്ള സൂറത്തുകൾ പതിവായി ഓതുന്ന എത്രയോ നല്ലവരായ മുഅ്മിനീങ്ങളും എത്രയോ നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ പലരുമുണ്ടോ പടച്ചവനെ. ഓരോ സൂറത്തുകൾക്ക് നീ പറഞ്ഞ ബഹുമാനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഓതുന്ന ആളുകൾക്ക് നീ നൽകണയാവുന്നത് പടച്ചവനെ. പരിശുദ്ധമായ റമദാൻ വന്നിട്ട് ഖുർആൻ നമുക്ക്
സാക്ഷിയായില്ലെങ്കിൽ പടച്ചവനെ ഞങ്ങൾ വലിയ പരാജയത്തിനായി പോകും. ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ നീ ബറക്കത്തിലാക്കണേ അല്ലാഹ്. നാം ഓതുന്ന ഖുർആൻ നമുക്ക് അപകടങ്ങളിൽ നിന്നിട്ട്, രോഗങ്ങളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് വലിയ ഒരു കാവലാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ പരിശുദ്ധമായ റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ ഇവിടെ ഒരുപാട് മുഅ്മിനീങ്ങൾ 3 ദിവസങ്ങളായി നോമ്പ് തുറക്കുകയാണ്. പടച്ചവനെ ആരൊക്കെ അതിന് വേണ്ടി പ്രവർത്തിച്ചോ നൽകിയോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും ഒരുപാട് യുവാക്കൾ ഓരോ ദിവസവും കഷ്ടപ്പെടുകയാണ്. ആഫിയത്ത് നൽകുന്ന, ആരോഗ്യം നൽകുന്ന അവരുടെ ഓരോ സേവനങ്ങളും നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. സഹായിച്ച ആളുകൾ മുഴുവനും നീ സഹായിക്കണേ അല്ലാഹ്. അവരുടെ മുറാദുകൾ ആശയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇനിയും പടച്ചവനെ നിന്റെ പള്ളിക്ക് വേണ്ടി നൽകാൻ, നോമ്പ് തുറക്കാൻ വേണ്ടി നൽകാനുള്ള ഹലാലായ സമ്പത്തുകൾ നമ്മുടെ കയ്യിൽ നീ എത്തിച്ചു തരണേ അല്ലാഹ്. പടച്ചവനെ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങൾ, പടച്ചവനെ നമ്മുടെ ഒരുപാട് പദ്ധതികൾ ഈ റമദാനിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാർ, മഹല്ലുകാർ തീരുമാനിച്ചിട്ടുണ്ട്. പടച്ചവൻ അതിൽ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും വിചാരിക്കാതെ വഴിയിലൂടെ നീ നൽകണേ അല്ലാഹ്. ഇന്ന് വരെ ഈ പള്ളിയെ ഏതൊക്കെ രൂപത്തിൽ ആരൊക്കെ സഹായിച്ചവരുണ്ടോ അവർക്ക് മുഴുവനും നീ വലിയ ബറക്കത്തും ഖൈറും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും ധാരാളമായി നീ ചൊരിയണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മുഴുവനും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി കരുതിയ ആളുകൾ, അതുപോലെ നാളത്തെ ദിവസം ഗൾഫ് യാത്ര ഉദ്ദേശിക്കുന്ന ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരാ, യാത്രയിലൊക്കെ ഈ വലിയ ബറക്കത്ത് നൽകുക, സന്തോഷം നൽകുക, ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ സാധുക്കളായ നമ്മുടെ ദുആ നീ ഖബൂലാക്കല്ലാ ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനി യാ أرحم الراحمين. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم.